ഇത്രയും പേജുകൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു വയ്ക്കുന്നതിന് ഏറ്റവും നിർണായകമായ പങ്ക് റിപ്പോർട്ടറിൽ വഹിച്ചത് ആർ റോഷിപാൽ എന്ന നമ്മുടെ സീനിയർ ന്യൂസ് എഡിറ്ററാണ്. ആർ റോഷിപാൽ നമുക്കൊപ്പം ഉണ്ട്. റോഷിപാൽ, ഈ റിപ്പോർട്ടിലെ ഓരോ പേജും എടുത്ത് നമ്മൾ ഇഴകീറി പരിശോധിക്കുകയായിരുന്നു. റോഷിപാൽ, ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ മുഴുവൻ ഭാഗങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ മുതൽ അതിലെ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ് റോഷിപാൽ. ഇതിൽ ഇനി വേണ്ടത് സർക്കാരിന്റെ ഇടപെടലല്ലേ റോഷിപാൽ? ഇത്രയും കാലം പൂഴ്ത്തിവെച്ചു, ഇനിയിപ്പോൾ ഭാഗികമായെങ്കിലും പുറത്തു വന്നു. ആ പുറത്തു വന്നതിൽ തന്നെ സ്ഫോടനാത്മകമായ സർക്കാർ ഇടപെടൽ വേണ്ട, നിയമപരമായ നടപടികളിലേക്ക് നീങ്ങേണ്ട കാര്യങ്ങൾ ഉണ്ട്. നടന്നത് ചൂഷണമാണെന്ന് വ്യക്തമാവുന്ന സാഹചര്യം ഒരു റിപ്പോർട്ടായി സർക്കാരിന് മുന്നിൽ നിൽക്കുകയാണ്. ഇനിയും അനങ്ങാപ്പാറ നയം തുടരാൻ കഴിയുമോ റോഷിപാൽ? സുജയ, ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം സിനിമാ മേഖലയിൽ വർഷങ്ങളായി ഈ തരത്തിലുള്ള ഒരു ചൂഷണം അല്ലെങ്കിൽ വേട്ടയാടലുകൾ സിനിമാ മേഖലയിലെ വനിതകൾ നേരിട്ടിരിക്കുന്നുവെന്ന് കൃത്യമായി അത് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഈ റിപ്പോർട്ടിൽ അത് തുറന്നെഴുതിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 233 പേജുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ 300 പേജിൽ തന്നെ ഈ 3 കമ്മീഷൻ അംഗങ്ങളിൽ അവരുടെ ഈ റിപ്പോർട്ട് വിവിധ സിനിമാ പ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അവർ തയ്യാറാക്കിയ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ അവർ എഴുതുമ്പോൾ അതിലെ കുറേ ഭാഗങ്ങൾ അവർ എഴുതി ചേർത്തിട്ടില്ല. ആ എഴുതിയതിൽ തന്നെ കുറേ പേജുകൾ ഒഴിവാക്കിയിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും വ്യക്തിഗത വിവരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ പ്രസിദ്ധീകരിച്ച ഭാഗങ്ങൾ തന്നെ വായിക്കുമ്പോൾ ഞെട്ടിക്കുന്നതാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു മേഖലയിൽ ഒരു തൊഴിലെടുത്ത് പീഡനം സ്ത്രീകൾ സഹിക്കേണ്ടി വന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം ഒരുപക്ഷെ കേരളക്കരയാകെ ആ വിറങ്ങലിപ്പിലാണ്. കാരണം സിനിമ എല്ലാവരെയും മോഹിപ്പിക്കുന്ന ഒരു മേഖലയാണ്. എല്ലാ വീടുകളിലും കുട്ടികളൊക്കെ സിനിമയിൽ അഭിനയിക്കണം, ഈ കലാരംഗത്തിൻ്റെ സാധ്യത മനസ്സിലാക്കി ആ മേഖലയിലേക്ക് പോകുന്നുമുണ്ട്. പുതുതലമുറയടക്കം വലിയ രീതിയിൽ ആ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നാടക മേഖലയിൽ നിന്നും അങ്ങനെയൊക്കെ പല മേഖലകളിൽ നിന്നും കലാരംഗം എന്ന നിലയിൽ വരുന്നു. അവരൊക്കെ ഇനി സഹിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ എന്താണെന്ന വീട്ടുകാരെ പോലും ഞെട്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ശുദ്ധികലശമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹൈക്കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ക്രിമിനൽ ഒഫൻസ് എന്ന നിലയിൽ തന്നെ കണ്ടെത്തി ഇതിനെതിരെ ആ തരത്തിൽ നിയമ നടപടികളിലേക്ക് സർക്കാർ നീങ്ങേണ്ടി വരും. ഇനി മാറി നിൽക്കാൻ സർക്കാരിന് ഏതായാലും സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പരാതി നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന DGPക്ക് പരാതി നൽകിയിട്ടുണ്ട് അബിൻ വർക്കി. റോഷിപാൽ, ഇപ്പോൾ വിഗ്രഹങ്ങൾ ഉടയും അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ കുറിച്ചുള്ള മെൻഷനിങ് ഈ റിപ്പോർട്ട് കൃത്യമായുണ്ട്. ഈ വിഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഞാനും റോഷിയും അടക്കമുള്ള സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമ കാണുന്ന പ്രേക്ഷകരുണ്ടാക്കുന്നതാണ് ഈ വിഗ്രഹങ്ങളെ. അപ്പോൾ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ പൊതുജനത്തിന് മുന്നിലേക്ക് പൊതുജന സമക്ഷം റോഷിപാൽ ഈ റിപ്പോർട്ട് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പൊതുജനം ഇതേക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതി വരെ പറഞ്ഞത് പൊതുസമൂഹത്തിൽ ഇത് ചർച്ചയാകണം എന്നതാണ്. അത് ചർച്ചയാകുമ്പോൾ അതിൽ വിഗ്രഹങ്ങൾ ഉടയുമെന്ന് കരുതി അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മറയുണ്ടാക്കുകയല്ലല്ലോ ഒരു സർക്കാർ സംവിധാനം ചെയ്യേണ്ടത്. റോഷി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അബിൻ വർക്കിയുടെ ഒരു കംപ്ലൈന്റ് അത് ഇന്ന് 3:42 സർക്കാരിന് മുന്നിലേക്ക് DGPയുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി പരാതിയില്ല എന്ന് പറയാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നാണ് അതിൽ ആവശ്യപ്പെടുന്നത്. അങ്ങനെയല്ലേ റോഷിപാൽ? സുജയ, അന്വേഷണമാണ്. അത് ക്രിമിനൽ നടപടിക്രമത്തിൻ്റെ ഭാഗമായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്ന ആവശ്യമാണ് പോലീസ് മേധാവിയുടെ മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ അടക്കം ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊഴിയായി രേഖപ്പെടുത്തപ്പെടുമ്പോൾ ആ ആൾക്ക്, അത് രേഖപ്പെടുത്തുന്ന ആൾക്ക്, അത് അറിയുന്ന ആൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇന്ത്യൻ നിയമം അനുസരിച്ച് അവർ കൃത്യമായി അത് ആ അതോറിറ്റിയിലേക്ക് ആ വിവരം അറിയിക്കണം. ആ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ആ നടപടിക്രമം ഏതായാലും ഉണ്ടായിട്ടില്ല. ഈ കാര്യത്തിൽ 4.5 വർഷക്കാലം കഴിഞ്ഞു എങ്കിൽ പോലും ഇനിയും വൈകിയിട്ടില്ല. ഇനിയും വൈകിയാൽ അത് സർക്കാർ ഉത്തരം പറയേണ്ടി വരും. മാത്രവുമല്ല, ഈ റിപ്പോർട്ട് തന്നെ പുറത്തു വരാൻ ഏതാണ്ട് കഴിഞ്ഞ മാസം 24-ന് വൈകിട്ട് 3 മണിക്ക് റിപ്പോർട്ട് തരാൻ സാംസ്കാരിക വകുപ്പ് തീരുമാനിച്ചതാണ്. അതാണ് പിന്നീട് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കാരണം തൽക്കാലത്തേക്ക് മുടങ്ങിയത്. പിന്നീട് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടു. ആ ഘട്ടത്തിലും നിയമ തടസ്സമില്ലാത്ത സാഹചര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ആശയക്കുഴപ്പം വന്ന് സർക്കാർ പിന്നോക്കം പോയി. ഒടുവിൽ ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നത് ഒന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമാണ്. അദ്ദേഹത്തിന് ഏറ്റവും നിർണായകമായ ഇടപെടലാണ് 2 തരത്തിൽ. ഒന്ന്, റിപ്പോർട്ട് തരാൻ പറ്റില്ലെന്ന് സാംസ്കാരിക വകുപ്പ് പറയുമ്പോൾ അത് കൊടുത്തേ പറ്റൂ, അതിൽ വ്യക്തിഗത ഭാഗങ്ങൾ ഒഴിവാക്കി ആ റിപ്പോർട്ട് പുറത്തു വരണമെന്ന നിലപാട് സ്വീകരിക്കുന്നു. രണ്ടാമത്, ഹൈക്കോടതി റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ആ സമയത്ത് റിപ്പോർട്ട് നൽകാൻ സാംസ്കാരിക വകുപ്പ് തയ്യാറായില്ല. ആ സമയത്ത് നിയമ തടസ്സമുണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിൽ ഞാൻ പരാതിയുമായി
ഈ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിൻ്റെ മുന്നിലേക്ക് പോയപ്പോൾ ആ നിമിഷം തന്നെ വിവരാവകാശ കമ്മീഷണർ വിഷയത്തിൽ ഇടപെട്ട് സാംസ്കാരിക വകുപ്പിനോട് അടിയന്തര റിപ്പോർട്ട് തേടുന്ന സാഹചര്യമുണ്ടായി. സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കസ്റ്റോഡിയൻ അവർ കൃത്യമായി മറുപടി നൽകേണ്ടി വരും. അവരുടെ തൊഴിലിനെ തന്നെ ബാധിക്കുന്ന തലത്തിലേക്ക് നിയമ നടപടികളിലേക്ക് ഈ വിവരാവകാശ കമ്മീഷണർ പോകുമ്പോൾ കടുത്ത സമ്മർദ്ദമുണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. അത് റിപ്പോർട്ടർ ടിവിയുടെ ഒരു ഇടപെടൽ അതിൽ നിർണായകമായിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. ഇനിയും വൈകിപ്പിച്ചാൽ അത് ഈ സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ അവർക്ക് കൃത്യമായി അവരുടെ തൊഴിലിനെ പോലും ബാധിക്കുമെന്ന കാര്യത്തിലൊന്നും സംശയമില്ല. ഏതായാലും റിപ്പോർട്ട് പുറത്തു വന്നു. ഇനി സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. പരാതിയും എത്തി പോലീസ് മേധാവിയുടെ പക്കൽ. ഇനി അത് ക്രിമിനൽ കുറ്റം എന്ന നിലയിൽ അത് വിലയിരുത്തപ്പെട്ടു. അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇനി മറ്റ് റിപ്പോർട്ടിൻ്റെ മറ്റു ഭാഗങ്ങൾ കൂടെ പരിശോധിച്ച് പോലീസ് സംഘത്തിന് അതിനകത്ത് ആരൊക്കെയാണ് ക്രിമിനൽ കുറ്റത്തിൻ്റെ ഭാഗമായി മാറിയത് അവരിലേക്ക് നിയമ നടപടിയുമായി പോകാനുള്ള അവസരമാണ് ഇനി സർക്കാർ ഉണ്ടാക്കേണ്ടത്. കാരണം ഇതിൻ്റെ തെളിവുകൾ മുഴുവൻ അന്ന് മൊഴി നൽകുമ്പോൾ ഈ മൊഴി നൽകിയവർ കൃത്യമായി ജസ്റ്റിസ് ഹേമ കമ്മീഷന് മുന്നിൽ നൽകിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് പെൻഡ്രൈവിലായി അത് സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഈ 300 പേജുള്ള റിപ്പോർട്ടിനപ്പുറത്തേക്കുള്ള ആ വാട്സപ്പ് ചാറ്റുകൾ ഒപ്പം തീർച്ചയായും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തിരികെ എത്താം. റോഷിപാൽ.